ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ പരിപാവനമായ കുദാശയിലൂടെ ദൈവത്താൽ സംയോജിക്കപ്പെടുന്നതായ ആരോൺ അൽക്ക, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനവ്. 3 വൈദികരുടെ പ്രധാന കാർമ്മികത്വത്തിൽ, മറ്റനേകം വൈദികരുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ സമുദായത്തിലെ ഒരു സീനിയറായിരിക്കുന്ന 2 വൈദികരുടെ മക്കൾ ഇന്ന് വിവാഹം കഴിക്കുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആരോണും അൽക്കായും 2 വ്യത്യസ്ത വൈദിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇന്ന് നിങ്ങൾ ദൈവത്താൽ സംയോജിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വൈദിക കുടുംബത്തിൻ്റെ എല്ലാ മഹത്വവും ശ്രേഷ്ഠതയും നിലനിർത്തി ലോകത്തിന് സാക്ഷിക്കേണ്ടതായ ഒരു അനുഭവമാണ്. മനുഷ്യ ജീവിതത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ച തന്റെ സൃഷ്ടി പദ്ധതിയിൽ കണ്ട ഏക കുറവ് മനുഷ്യന്റെ ഏകാന്തതയാണ്. ആരോണും അൽക്കായും വ്യത്യസ്ത പശ്ചാത്തലത്തിലൊക്കെ വളർന്ന് നിങ്ങൾക്കിന്ന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, കാശുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിലും നിങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്നതായ പക്വമായ ഒരു ആവശ്യമാണ്, ഒരു ആഗ്രഹമാണ് ഒരു പങ്കാളിയോടൊത്ത് ഒരു കുടുംബമായി ദൈവസന്നിധിയിൽ വളരുക എന്നുള്ളത്. ദൈവം ലോകത്തിൽ ആദ്യം സൃഷ്ടിച്ച ബന്ധമെന്ന് പറയുന്നത് ഭാര്യ-ഭർത്തൃ ബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം ആദമിനെ ഹൗവയും ഭാര്യ ഭർത്താക്കന്മാരായി സൃഷ്ടിച്ചവരെ കുടുംബത്തെ ആക്കിയെങ്കിൽ എവരി ഫാമിലി സ്റ്റാർട്ട്സ് വിത്ത് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ഇന്ന് സഭയിൽ നിങ്ങളിലൂടെ ദൈവം ഒരു പുതിയ കുടുംബത്തെ സൃഷ്ടിച്ച് സമൂഹത്തിനും സഭയ്ക്കും മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാക്കി നിങ്ങളെ തീർക്കുകയാണ്. അങ്ങനെ പ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, കുടുംബത്തെ സൃഷ്ടിച്ചിട്ട് യഹോവയായ ദൈവം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ ഒരു മനോഹരമായ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. Therefore a man shall leave his father and his mother, clings to his wife, they will become one flesh. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. വിവാഹത്തിന്റെ കീ വേഴ്സ് ആണിത്. കാരണം ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ളതായ ചോദ്യോത്തരത്തിന്റെ നടുവിൽ കർത്താവ് ഉദ്ധരിക്കുന്നത്. വീണ്ടും പൗലോസ് ശ്ലീഹ ക്രിസ്തുവും സഭയുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ പ്രതീകമാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് സ്ഥാപിച്ചുകൊണ്ട് എഫേസ്യ സഭയോട് പറയുമ്പോൾ അവിടെയും ഇതേ വചനം തന്നെയാണ് പൗലോസ് ശ്ലീഹ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹത്തിന്റെ അടിസ്ഥാന വാക്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. ഇവിടെ ആരോൺ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയാണ്. നിങ്ങൾ ഒരു ശരീരമായി തീരുന്നു എന്ന കർത്താവ് പറഞ്ഞത്. ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല, 1 മാറുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. പെട്ടെന്ന് ഞാൻ പറയാം. 1 ഒരു ലീവിങ്, 2 ക്ലീവിങ്, 3 ബിക്കമിങ്. എന്താണ് ലീവിങ്? ഉപേക്ഷിക്കൽ. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി തലയിൽ വെച്ച പേനരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ വളർത്തിയതാ. എന്നിട്ട് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട്. ചില സ്ത്രീകൾ ലോകത്തിൽ ഏക പാലിക്കുന്നൊരു വാക്യം ഇതാ: കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കഷ്ടത്തിൽ വെച്ചോണ്ട് അങ്ങ് പോകും, അല്ലേ? ഇവിടെ നമുക്കിതിനെ മിതപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. യഹോവ ഇസ്രായേലിനെ മറന്നു, ഫൊസൈക്ക്, അതേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പനെയും അമ്മയും വിട്ടെന്ന് തന്നെയാണ്. എന്നാൽ ജന്മം തന്ന അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുകയല്ല. കൽപ്പനയിൽ മാതാപിതാക്കന്മാർക്ക് കടപ്പെട്ടത് ചെയ്യണം, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഇത് നമുക്ക് ന്യായപ്രമാണത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ജന്മം തന്ന അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഈ ബന്ധത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇന്നു മുതൽ, ഈ സമയം മുതൽ ആരോണും അൽക്കായും 1 തീരുകയാണ്. നിങ്ങൾ ഇനി 2 അല്ല. നിങ്ങൾ ഒന്നാകുന്ന ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇനി നിങ്ങൾ 2 പേരും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സകലത്തെയും കാണേണ്ടത്. നിങ്ങളുടെ ഇടയിൽ ദൈവം മാത്രമാണ് മധ്യസ്ഥൻ.
നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുന്ന ഒരു ബന്ധമാണ് ഇനിയും. ആരോണ് ഇനി ഒരു അപ്പനെ അമ്മയും കൂടെ കിട്ടി, അത് വലിയ ഭാഗ്യം. ഒരു അച്ഛനെ കൂടെ കിട്ടിയത്. അൽക്കായ്ക്ക് അതുപോലെ തന്നെയാണ്, ഒരപ്പനെ അമ്മയും കൂടെ കിട്ടി. നിങ്ങൾ ഇനിയും രണ്ടല്ല. മാതാപിതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചവരെ ആക്കിയാൽ പിന്നെ അവര് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ്. നോ ഔട്ട്സൈഡ് ഫോഴ്സസ് എന്റർടൈൻഡ്. അതെപ്പോഴും എല്ലാ അമ്മയപ്പന്മാരും ഓർക്കണം. മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞും പുറകെ നമ്മളൊക്കെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവരൊന്നായി, അവർ ഒരു കുടുംബമായി ദൈവം സ്ഥാപിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് മധ്യസ്ഥൻ. എന്നാൽ നിങ്ങൾ ഇനിയും ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ളതായ ബന്ധത്തിൽ വളരുവാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ നല്ല മെന്റേഴ്സ് ആയിരിക്കണം. അവരുടെ പ്രാർത്ഥനയും ആശംസയും അനുഗ്രഹവും എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. എന്നാൽ നിങ്ങൾ ഒന്നാണെന്നുള്ളതായ ബോധ്യത്തിൽ ഇനിയും ആരോൺ ഒരു തീരുമാനം എടുക്കുമ്പോൾ അൽക്കായം കൂടി ചേർത്ത്, ഒരുമിച്ച് ചേർത്തുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം. കാരണം ഇതൊരു വലിയ മഹത്വമാണ്. ഈ ബന്ധം എന്ന് പറയുന്നത് 1+1 = not 2 but 1. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ട് പോകും. ബുദ്ധിയുള്ള ആരെങ്കിലും അംഗീകരിക്കുക 1+1 = 2 എന്ന്. പക്ഷെ ദാമ്പത്യ ജീവിതത്തിലെ 1+1 എന്ന് പറയുന്നത് ഇമ്മണി വലിയൊരു ഒന്നാണ്. ആ ഒരു തിരിച്ചറിവുകൊണ്ടാണ് നിങ്ങൾ ഒന്നായി മാറുകയാണ്. അതുകൊണ്ടാണ് സഭ ഇതിനെ രഹസ്യമെന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ഈ രഹസ്യം വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി അവരുടെ ബന്ധം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ഒന്നായി ഒരു പുതിയ കുടുംബമായി ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് കടപ്പെട്ടതും അവരോടുള്ളതായ ബന്ധവും കുടുംബത്തോടുള്ളതായ ഉത്തരവാദിത്വവും നിങ്ങൾ നിർവഹിക്കണം. ഇവിടെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ, കുടുംബജീവിതത്തിന്, ഈ ഒന്നായിത്തീരുന്ന ബന്ധത്തിന് തടസ്സമായിരുന്ന നിങ്ങളുടെ ചില ചിന്താഗതികൾ, മനോഭാവങ്ങൾ, ഇഷ്ടങ്ങൾ, പ്രവർത്തനങ്ങൾ, ശൈലികൾ പലതുണ്ട്. ഇവയൊക്കെ ഉപേക്ഷിക്കണം. അത് രണ്ടുപേരും. ആരോട് ഞാൻ പറയട്ടെ, ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ഫ്രീഡം. ബട്ട് യു ആർ ഗോയിങ് ടു എൻ്റർ ഇൻടു എ ഗ്രേറ്റർ ഫ്രീഡം. അത് തിരിച്ചറിഞ്ഞോണം. കൊളംബസിനെ കുറിച്ചൊരു കഥയുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നതാ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ അൺമാരീഡ് ആയിരുന്നെന്ന്. സ്ത്രീകളാരെന്നെ കല്ലെറിയല്ലേ. മാരീഡ് ആയിരുന്നെങ്കിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കില്ല. എന്താ കാരണം? രാവിലെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കും എങ്ങോട്ടാ, അടുത്ത ചോദ്യം എപ്പോ വരും, മൂന്നാമത്തേത് എന്താ, ചോദ്യമല്ല, കൂടെ ഞാനും വരിക. കൊളംബസ് തിരിച്ച് വീട്ടിൽ കയറിയേനെന്ന്. അതുകൊണ്ട് ആരോണ്യെന്ന് ഓർത്തോ, ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സെൻസറി പവറാ കൂടെ ഉണ്ട്. അത് തിരിച്ചറിയണം. ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല, ഒന്നായിട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കണം. രണ്ട്, ക്ലീവിങ്, ബീങ് ഗ്ലൂഡ് ടുഗദർ സോ ടൈറ്റ്ലി സോ ദാറ്റ് നോ ഫോഴ്സ് ക്യാൻ സെപ്പറേറ്റ് യു. പ്രകാരത്തിൽ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുമെന്ന്. ഇനിയും പറഞ്ഞു പോകത്തില്ല. അത്രമാത്രം മഹത്വരമായ ഒരു ബന്ധമാണ്. പക്ഷെ ആര് തമ്മില കൂടിച്ചേരുന്നത്? അരുണും അൽക്കായും. അൽക്ക ആശിഷിന്റെ സ്വഭാവമാണോ? അല്ല. ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന സഹോദരങ്ങൾ വ്യത്യസ്തരാണ്, ട്വിൻസ് വ്യത്യസ്തരാണ്, സയാമിസ് ഇരട്ടകൾ വ്യത്യസ്തരാണ്. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാണ്, അല്ലേ? ദൈവം ഇവിടെ സമാനതയല്ല സൃഷ്ടിച്ചത്. തനിക്ക് കൂട്ടായി പങ്കാളിയായി സ്ത്രീയാണ് സൃഷ്ടിച്ചത്. കാരണം ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താ? ഹൗവ, അവൾ സൃഷ്ടിക്കപ്പെട്ടത് വ്യത്യസ്തയായിട്ടാണ്. വ്യത്യസ്ത മനോഭാവം, ചിന്താഗതികളെല്ലാം. അതുകൊണ്ട് ആരോണും അൽക്കയും പരസ്പരം തിരിച്ചറിയേണ്ടത്, യു ആർ ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് വിത്ത് യുവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. പക്ഷെ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളിൽ, മനോഭാവങ്ങളിൽ, തീരുമാനങ്ങളിൽ, പ്രവർത്തന ശൈലികളിൽ ഐക്യത്തെ പുലർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. യൂണിഫോമിറ്റി അല്ല നിങ്ങൾ കണ്ടെത്തേണ്ടത്, യൂണിറ്റി ആണെന്നുള്ളതായ തിരിച്ചറിവ് ഉണ്ടാകണം. മൂന്നാമത്തേന്ന് പറയുന്നത് ബിക്കമിങ്, ആയിത്തീരുക. ഇതൊരു വളർച്ചയാണ്. ബന്ധുക്കളെല്ലാം ഇവിടെ കൊണ്ട് പിരിയും. വിവാഹ ജീവിതം ഒരു വളരുന്ന ബന്ധമായിരിക്കണം. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ വർഷവും കഴിയുമ്പോൾ സ്നേഹിക്കുന്ന, കരുതുന്ന, പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണം. പരസ്പരം രണ്ടുപേരും പറയേണ്ടത് ഐ ലവ് യു ഇൻ എനി കണ്ടീഷൻ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഇപ്പം ചിരിക്കുന്ന പോലെ എപ്പോഴും ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാ. ഇതുപോലെ ആയിരിക്കത്തില്ല ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുക. ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. ജീവിതത്തിൽ ചില നഷ്ടങ്ങളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. അവിടെ ഒരുമിച്ച് നിന്ന് വളരുന്ന ഒരു ബന്ധത്തെയാണ് നിങ്ങൾ സ്ഥാപിച്ചത്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത്
നമ്മളൊക്കെ ഇന്ന് വസ്തുക്കളെ സ്നേഹിക്കാൻ തുടങ്ങി, വ്യക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു ചോദ്യം. മൊനായച്ചനോ അല്ലെങ്കിൽ ഷൈജു അച്ഛനോ കല്യാണം വിളിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത എന്നാ? ഏത് സാരി ഉടുക്കും അല്ലേ? ഏതെങ്കിലും വസ്തു സന്തോഷം തരുമോ? ഒരു വസ്തുവും. അത് ഇന്നത്തെ ഇടം കഴിയുമ്പോൾ ഈ ഉടുത്ത സാരിയുടെ എല്ലാം സന്തോഷം മങ്ങിപ്പോവും. എപ്പോഴും ഓർക്കണം, പീപ്പിൾ ആർ ടു ബി ലവ്ഡ് ആൻഡ് തിങ്സ് ആർ ടു ബി യൂസ്ഡ്. ഇന്ന് അതർവേ മനുഷ്യൻ കാണാൻ തുടങ്ങി. വസ്തുക്കളെ സ്നേഹിക്കാനും വ്യക്തികളെ മനുഷ്യൻ ഉപയോഗിക്കാനും എന്ന് തുടങ്ങിയോ അന്ന് മുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു, സമാധാനവും നഷ്ടപ്പെട്ടു, തൃപ്തിയും നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾ ഇനി മുൻപോട്ട് വളരണമെങ്കിൽ നിങ്ങൾ ആകർഷിക്കപ്പെട്ടതായ സൗന്ദര്യമോ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല നിങ്ങളെ വളർത്തേണ്ടത്. ദൈവം തന്ന പങ്കാളിയെ, ആ പങ്കാളിയോടുള്ള ബന്ധത്തിൽ വളരുന്ന ഒരു ബന്ധത്തെ നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇടയായിത്തീരണം. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുള്ള, ദൈവത്തെ സാക്ഷിക്കുന്ന, ആരാധനയിൽ എവിടെയായിരുന്നാൽ ഏത് ദേശത്ത് പോയാലും ആരാധനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായ, അതിൽ സംബന്ധിക്കുന്നതായ, നല്ല മാതൃകയുള്ളതായ മക്കളെ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവരാക്കി വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന് ഒരു വൈദിക കുടുംബം എന്നുള്ള നിലയിൽ ആ ഒരു ഉത്തമ സാക്ഷ്യത്തിൽ വളരുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെ ശ്രേഷ്ഠരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളെ 2 സഹോദര വൈദികരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാ വൈദികരുടെ നാമത്തിലുള്ളതായ അനുമോദനവും അനുഗ്രഹവും ആശംസയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.